ഹലോ എവറി വൺ, വിക്ടേഴ്സ് ചാനലിൽ +1 ഫിസിക്സ് 35ാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ചാപ്റ്റർ 7 സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 35ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് റിജിഡ് ബോഡി. ബോഡി വിത്ത് എ പെർഫെക്റ്റ്ലി ഡെഫിനിറ്റ് ആൻഡ് അൺചേഞ്ചിങ് ഷേപ്പ്. ഒരു ഷേപ്പ് ഡെഫിനറ്റ് ആയിരിക്കും, ഒരിക്കലും മാറാത്ത അൺചേഞ്ചിങ് ആയിട്ടുള്ള ഷേപ്പുള്ള ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ബോഡിയെയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓൾ പെയർസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സച്ച് എ ബോഡി ഡു നോട്ട് ചേഞ്ച്. അപ്പോൾ ആ ഒരു ബോഡിയിൽ പ്രസൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരിക്കലും മാറുന്നില്ല, അല്ലെങ്കിൽ പാർട്ടിക്കിൾ പൊസിഷൻസ് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ്ലി ഡെഫിനിറ്റ് അൺചേഞ്ചിങ് ഷേപ്പുള്ള ഒരു ബോഡിയാണ്. അതിലെ പാർട്ടിക്കിൾസിലെ ഡിസ്റ്റൻസ് ഒരിക്കലും മാറുകയില്ല, പെയർസ് ഓഫ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി നമ്മൾ നോക്കുന്നത് മോഷൻ ഓഫ് എ റിജിഡ് ബോഡിയാണ്. ഇതേ റിജിഡ് ബോഡി എങ്ങനെയായിരിക്കും മോഷൻ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ട് ടൈപ്പിലാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ട്രാൻസ്ലേഷണൽ മോഷൻ ഓഫ് എ ബ്ലോക്ക് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു റിജിഡ് ബോഡി നീങ്ങുന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ ഒരു ട്രാൻസ്ലേഷണൽ മോഷൻ ആയിരിക്കും, അതായത് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ലേഷൻ മോഷൻ ആകുമ്പോൾ എല്ലാ പാർട്ടിക്കിൾസും, ആ ഒരു റിജിഡ് ബോഡിയിലുള്ള എല്ലാ പാർട്ടിക്കിൾസും ഒരേ വെലോസിറ്റിയിലായിരിക്കും നീങ്ങുന്നത്. അപ്പോൾ സ്ലൈഡിംഗ് ആണ് നോർമലി ഇതുപോലുള്ളൊരു റിജിഡ് ബോഡിയിൽ കാണാം. അത് കഴിഞ്ഞാൽ വരുന്നത് റോളിംഗ് മോഷൻ ഓഫ് എ സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു റിജിഡ് ബോഡി ആണെങ്കിൽ അതൊരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ താഴത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഓഫ് കോഴ്സ് റോൾ. അത് സ്ലൈഡല്ല, റോളിംഗ് മോഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻ ആൻഡ് റോളിംഗ് മോഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഒരു റിജിഡ് ബോഡി ഒരു പൊസിഷനിൽ ഫിക്സ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു റിജിഡ് ബോഡി മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അത് ട്രാൻസ്ലേഷനലായിട്ടാണോ മൂവ് ചെയ്യുക, അതോ റോളിംഗ് ആയിട്ടാണോ മൂവ് ചെയ്യുക? നമുക്കറിയാം, ഇറ്റ് വിൽ മൂവ് ഓൺലി ഇൻ എ റൊട്ടേഷണൽ മോഷൻ. റിജിഡ് ബോഡി ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അതിനെ മോഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് വിൽ ഓൺലി മൂവ് ഇൻ എ റൊട്ടേഷണൽ മോഷൻ. പക്ഷേ ഒരു റിജിഡ് ബോഡി ഫിക്സ്ഡ് അല്ല എങ്കിൽ അതിനെ നമുക്ക് പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷനിലും അതുപോലെ തന്നെ ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷൻ മോഷൻ്റെ കോമ്പിനേഷനിലും കാണാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് ഡിഫറൻസസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് റിജിഡ് ബോഡി ആൻഡ് മോഷൻ ഓഫ് റിജിഡ് ബോഡി എന്ന രണ്ട് ടോപ്പിക്സ് ക്ലിയർ ആയെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് നീങ്ങുകയാണ്. സെൻറ്റർ ഓഫ് മാസ്. Center of mass is a system is that point C, which is the distance x from O, where x is given by x is equal to m1 by x1 plus m2 x2 divided by m1 plus m2. ഇവിടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് രണ്ട് പെർട്ടിക്കുലർ ബോഡീസ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ നടുക്ക് എൻറ്റയർ സെൻറ്ററിൽ വരുന്ന ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. രണ്ട് ബോഡീസിൻ്റെ സെൻറ്റർ പാർട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ m1 എന്നുള്ളൊരു പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. m2ൽ നമുക്കൊരു ബോഡി ഉണ്ട്. ഒറിജിനിൽ നിന്നും m1ലേക്കുള്ള ഡിസ്റ്റൻസ് x1 ആണ്, ഒറിജിനിൽ നിന്നും m2ലേക്കുള്ള ഡിസ്റ്റൻസ് x2 ആണ്. അപ്പം നമ്മൾ അവിടെ വെച്ചിട്ട് ഈ രണ്ട് ബോഡീസിൻ്റെയും സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റർ ഓഫ് മാസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മളിപ്പോൾ 2 പാർട്ടിക്കിൾസ് ആണ് കണ്ടത്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 3 പാർട്ടിക്കിൾ സിസ്റ്റമാണ്. നമ്മളിപ്പോൾ 2 പാർട്ടിക്കിൾ സിസ്റ്റം കണ്ടു. ഇനി 3 പാർട്ടിക്കിൾ സിസ്റ്റം വരികയാണെങ്കിൽ ഇതേ ഫോർമുല തന്നെ നമ്മൾ ഒരു m3x3 എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ചേർക്കുകയാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത്, അതായത് സെൻറ്റർ ഓഫ് മാസ് 3 പാർട്ടിക്കിൾസ് പ്രസൻ്റ് ആണെങ്കിൽ m1x1 പ്ലസ് m2x2 പ്ലസ് m3x3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇഫ് m1 is equal to m2 is equal to m3, m1 m2 and m3 ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് m1 എന്നുള്ളൊരു വേർഡ് എടുത്തിട്ട് m1x1 പ്ലസ് m1x2 പ്ലസ് m1x3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m1 എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള ആ ഒരു m1 എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ക്യാൻസൽ ഇറ്റ്. അപ്പോൾ നമുക്ക് x1 പ്ലസ് x2 പ്ലസ് x3 ഡിവൈഡഡ് ബൈ 3 എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 3 പാർട്ടിക്കിൾ സിസ്റ്റമിൽ
യൂസ് ചെയ്യുന്ന ഫോർമുല ആൻഡ് ഇഫ് m1 is equal to m2 is equal to m3 അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല, ഈ രണ്ട് ഫോർമുലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഇനി 2 പാർട്ടിക്കിൾ സിസ്റ്റം കണ്ടു, 3 പാർട്ടിക്കിൾ സിസ്റ്റം കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് n പാർട്ടിക്കിൾ സിസ്റ്റമാണ്. n പാർട്ടിക്കിൾ സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ n-ൻ്റെ വാല്യൂ നമുക്ക് ക്ലിയർ അല്ല, അത് ഏത് നമ്പർ വേണമെങ്കിലും ആവാം. ഇറ്റ് ഈസ് എ വേരിയബിൾ, നമുക്ക് ഇൻഫിനിറ്റ് വരെ പോകാം. സോ m1x1 plus m2x2 plus m3x3 continue still mn xn വരെ ഈ ഒരു നമ്പർ കണ്ടിന്യൂ ചെയ്തു പോകും. ഇഫ് ദർ ഇസ് n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ m1 plus m2 plus m3 ഇറ്റ് കണ്ടിന്യൂ സ്റ്റിൽ mn. അപ്പോൾ അങ്ങനെയായിരിക്കും ആ ഒരു ഫോർമുല വരുന്നത്. നമുക്ക് ഈസിലി അത് ചുരുക്കി എഴുതാൻ സാധിക്കും. ദാറ്റ് x is equal to sigma mi xi divided by sigma mi. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ സിഗ്മ എം ഐ എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എം ആയിട്ട് റീപ്ലേസ് ചെയ്യാണ്. സോ വിൽ ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എം ഐ എക്സ് ഐ ബൈ എം. അപ്പോൾ നിങ്ങൾക്ക് സെൻറ്റർ ഓഫ് മാസ് അതിൻ്റെ 3 പാർട്ടിക്കിൾ സിസ്റ്റം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, 2 പാർട്ടിക്കിൾ സിസ്റ്റമിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ n പാർട്ടിക്കിൾ സിസ്റ്റമിൽ എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ വെക്റ്റർ ഫോമാണ്. ഇവിടെ നമുക്കൊരു പെർട്ടിക്കുലർ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ആർ ഇസ് ഈക്വൽ ടു സിഗ്മ എം ഐ ആർ ഐ ഡിവൈഡഡ് ബൈ എം എന്നായിരിക്കും നമ്മളിവിടെ പറയുന്നത്. സോ ഇവിടെ ആർ എന്ന് പറയുന്നത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന രീതിയിലായിരിക്കും നമ്മൾ എഴുതി പോകുന്നത്. ആൻഡ് ഈവൻ ഇഫ് യു ലുക്ക് അറ്റ് ദ സ്മോൾ ലെറ്റർ ആർ ഐ, എക്സ് ഐ ഐ പ്ലസ് വൈ ഐ ജെ പ്ലസ് സെഡ് ഐ കെ എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. ഇനി വേറൊരു കണ്ടീഷനാണ് ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇഫ് ദി ഒറിജിൻ ഓഫ് ദി ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ഒറിജിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ആയിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആറിൻ്റെ സ്ഥലത്ത് നമുക്ക് 0 ആയിരിക്കും വാല്യൂ ലഭിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സിഗ്മ എം ഐ ആർ ഐ ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വാല്യൂ ഈ ഒരു വെക്റ്റർ ഫോം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് കണ്ടീഷൻ വി അപ്ലൈ ദർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, if the body has a continuous distribution of mass, we subdivide the body into small elements of mass, that is delta m1, delta m2 and continuous. അങ്ങനെ നമ്മളൊരു ബോഡിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ബോഡീനെ സ്മോളർ എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്, അതായത് സ്മോളർ എലമെൻറ്റ്സ് ഓഫ് മാസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. സോ നമുക്ക് ഡെൽറ്റ m1 അതുപോലെ തന്നെ ഡെൽറ്റ m2 കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വെക്റ്റർ ഫോമിൽ ആർ ഇസ് ഈക്വൽ ടു സിഗ്മ ഡെൽറ്റ എം ഐ ആർ ഐ ഡിവൈഡഡ് ബൈ എം എന്നുള്ള ഫോർമുല ആയിരിക്കും വരുന്നത്. പക്ഷേ ഈ ഒരു ഡെൽറ്റ എം ഐ എത്രയധികം ചെറുതാകുമോ, ലൈക്ക് നമ്മളൊരു പാർട്ടിക്കിളിലേക്ക് പോയി ആ പാർട്ടിക്കിൾ പിന്നെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ഒരു എക്സ്പ്രഷൻസ് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ഭയങ്കര പ്രിസൈസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. വി ഡിനോട്ട് ദ സംസ് ഓവർ ഐ ബൈ ഇൻ്റഗ്രൽസ്. സോ ആർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എം ആർ ഡിവൈഡഡ് ബൈ എം എന്നായിരിക്കും നമുക്ക് ഫൈനലി ഫോർമുല ലഭിക്കുന്നത്. അപ്പോൾ ഇതിനോടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Find the center of the mass of 3 particles at the vertices of an equilateral triangle. ഒരു equilateral triangleയുടെ 3 verticesലായിട്ടിരിക്കുന്ന 3 particlesൻ്റെ center of mass ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. The masses of the particles are 100 gram, 150 gram and 200 gram respectively. Each side of the equilateral triangle is 0.5 meter long. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഓരോ പാർട്ടിക്കിൾസും അൺഈക്വൽ മാസസ് ആണ്. അതായത് ഒരു പാർട്ടിക്കിൾ 100 ഗ്രാം ആണ്, പിന്നീട് വരുന്നത് 250 ഗ്രാം ആണ്, അത് കഴിഞ്ഞ് വരുന്നത് 200 ഗ്രാം ആണ്. അപ്പോൾ ഈ ഇങ്ങനെ ഓരോ വേരിയേഷൻ മാസസ് ഓഫ് പാർട്ടിക്കിൾസിൽ വരുന്നുണ്ട്. ഇക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 0.5 മീറ്റർ ലെങ്ത് ഉള്ളത് ഒരു സൈഡാണ്. അപ്പോൾ ഒ എ ബി ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന 3 വേർട്ടിസസ്. ഇവിടെ നമ്മൾ ഈ ഒരു നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും വാട്ട് ആർ ദ 3 പോയിൻറ്റ്സ്. ഇവിടെ നമ്മൾ 0 ആണ് ഒരു വേർട്ടിസസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് 0.50, പിന്നെ വരുന്നത് 0.25, 0.25√3. ഇതാണ് 3 വേർട്ടിസസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 100 ഗ്രാം എന്ന് പറയുന്നത് ഒ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഒറിജിനിലാണ്. എ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണ് 150 ഗ്രാമിലുള്ള പാർട്ടിക്കിൾ, ബി എന്ന പോയിന്റിൽ 200 ഗ്രാം മാസുള്ള പാർട്ടിക്കിൾ.
അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫോർമുല എക്സ് ഇസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും 100 പ്ലസ് 150 ഇൻറ്റു 0.5 പ്ലസ് 200 ഇൻറ്റു 0.25 ഗ്രാം ഡിവൈഡഡ് ബൈ 100 പ്ലസ് 150 പ്ലസ് 200 ഗ്രാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസാനത്തെ വാല്യൂ ആഫ്റ്റർ ഓൾ കാൽക്കുലേഷൻ വിൽ ഗെറ്റ് 5/18 മീറ്റർ ആസ് ദി ആൻസർ. ഇനി നമുക്ക് ഇവിടെ ഒരു എക്സ് പോയിൻറ്റ് നമുക്ക് കിട്ടി, പക്ഷേ ഇനി നമുക്ക് വൈ ഉള്ളൊരു പോയിൻറ്റ്, വൈ ആക്സിസിലുള്ളൊരു പോയിൻറ്റ് കൂടി വേണം. അപ്പോൾ നമ്മളിവിടെ ഇതേ ഫോർമുല തന്നെ വൈ എക്സ് ഉള്ളിടത്തെല്ലാം നമ്മൾ വൈ ആയിട്ട് റീപ്ലേസ് ചെയ്യാണ്. വിൽ ഗെറ്റ് m1y1 പ്ലസ് m2y2 പ്ലസ് m3y3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം ആഫ്റ്റർ ഓൾ കാൽക്കുലേഷൻ വൈൻ്റെ വാല്യൂ കിട്ടുന്നത് 1/3√3 മീറ്റർ എന്നായിരിക്കും. സോ ബേസിക്കലി നമ്മളിപ്പോൾ സെൻറ്റർ ഓഫ് മാസ് കണ്ടെത്തുമ്പോൾ നമുക്ക് സി എന്നുള്ളൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ 5/18, 1/3√3 എന്ന പോയിന്റ് ആയിരിക്കും നമ്മളവിടെ മാർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് നീങ്ങാണ്, മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് നമ്മൾ ആദ്യം 2 പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് നോക്കുന്നത്. സോ ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയ ഒരു ഫോർമുല ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് ഇൻ വെക്റ്റർ ഫോർമുല നമ്മൾ നോക്കിയിരുന്നു. ആൻഡ് അതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ചെയ്യുകയാണ്. സോ d/dt ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു d/dt ഇൻറ്റു m1r1 പ്ലസ് m2r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അപ്പോൾ ഇവിടെ നമുക്ക് വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു m1 എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്കതിനെ ഡിഫറൻഷ്യൽ ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ r1 എന്നുള്ളതാണ് d1/dt എന്ന് ഡിഫറൻഷ്യൽ ചെയ്യുന്നത്. m1 d1/dt r1 പ്ലസ് m2 d1/dt r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഫോർമുല VCM is equal to m1 v1 plus m2 v2 divided by m1 plus m2. ഇനി നമ്മളിതിൻ്റെ 3 പാർട്ടിക്കിൾസ് നോക്കുകയാണെങ്കിൽ സെയിം തന്നെ നമ്മളൊരു എലമെൻറ്റ് കൂടി ആഡ് ചെയ്യാണ്. m1 v1 പ്ലസ് m2 v2 പ്ലസ് m3 v3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 എന്നായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇനി സെയിം നമ്മൾ പാർട്ടിക്കിൾസ് ഇസ് ഈക്വൽ ടു n എന്ന് ചെയ്യുമ്പോൾ m1 v1 plus m2 v2 it continues till mn vn divided by m1 plus m2 plus continuous mn. അപ്പോൾ നമുക്ക് ഈസിലി റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുക v is equal to sigma mi vi ഡിവൈഡഡ് ബൈ m എന്ന് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കണ്ടു. ഇനി നമ്മൾ ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആണ് കണ്ടത്. നമുക്ക് നേരത്തെ കിട്ടിയ മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുല നമ്മൾ പിന്നെയും ഡിഫറൻഷ്യൽ ചെയ്യുകയാണ്. സോ d/dt v is equal to d/dt sigma mi vi by m. അപ്പോൾ നമുക്ക് അപ്പോൾ വെലോസിറ്റി നമ്മൾ ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ വി ഗെറ്റ് ആക്സിലറേഷൻ a is equal to sigma mi ai ഡിവൈഡഡ് ബൈ m. അപ്പോൾ അതാണ് ആക്സിലറേഷൻ്റെ ഫോർമുല. ഇനി നമ്മൾ മൊമെൻറ്റം ആണ് നോക്കാൻ പോകുന്നത്. സോ വി നോ v is equal to sigma mi vi by m. ഇവിടെ നമ്മൾ m എന്നുള്ളത് ട്രാൻസ്പോസ് ചെയ്യാണ്. സോ വിൽ ഗെറ്റ് m v is equal to sigma mi vi. മൊമെൻറ്റം എന്ന് പറയുന്നത് എം വി ആണെന്ന് നമുക്കറിയാം. സോ എം വി എന്നുള്ളത് നമ്മൾ മൊമെൻറ്റമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്. മൊമെൻറ്റം ഇസ് ഈക്വൽ ടു സിഗ്മ mi vi. സോ അഗൈൻ ഇറ്റ് വിൽ ബി ഈക്വൽ ടു നമ്മൾ m1 v1 പ്ലസ് m2 v2 m3 v3 പ്ലസ് എത്ര കണ്ടിന്യൂസ് പോയി mn vn വരെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് m ഇൻറ്റു വി എന്നുള്ളത് തന്നെയാണ്. അഗൈൻ ദർ ഓൾസോ വി ക്യാൻ സി മൊമെൻറ്റം. അപ്പോൾ p ഓഫ് മൊമെൻറ്റം ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു മൊമെൻറ്റം 1 പ്ലസ് മൊമെൻറ്റം 2 പ്ലസ് മൊമെൻറ്റം 3 ടിൽ മൊമെൻറ്റം n വരെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് മൊമെൻറ്റം ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു സിഗ്മ പി ഐ. അപ്പോൾ ഇനി മൊമെൻറ്റം നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോഴ്സ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആണ്. ഇവിടെ നമുക്ക് മൊമെൻറ്റം p ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു p1 പ്ലസ് p2 പ്ലസ് p3 ടിൽ pn വരെ അറിയാം. അപ്പോൾ നമ്മൾ അതിനെ ചുരുക്കി നമ്മൾ p ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു സിഗ്മ പി ഐ എന്നാക്കി. ഇനി ഇതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടും dp ബൈ dt ഇസ് ഈക്വൽ ടു d/dt sigma pi. So we'll get F of center of mass is equal to sigma Fi, that is
force of center of mass is equal to F1 plus F2 plus F3 continues till F1. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഈ ടോപ്പിക്സ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് നീങ്ങാണ്. ദാറ്റ് ഇസ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. According to the conservation of linear momentum, if the net external force acting on a system of bodies is zero, then the momentum of the system remains constant. ഒരു പെർട്ടിക്കുലർ ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് സീറോ, എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി ഇസ് സീറോ, അങ്ങനെ വരികയാണെങ്കിൽ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. ദ മൊമെൻറ്റം ഓഫ് ഇൻഡിവിജ്വൽ ബോഡീസ് ഇൻ ദ സിസ്റ്റം മൈറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ, but the momentum of the system will always be conserved as long as there is no external net force acting on it. ആ ഒരു സിസ്റ്റമിലുള്ള ഇൻഡിവിജ്വൽ ബോഡീസിൻ്റെ മൊമെൻറ്റം ഇൻക്രീസ് ആവുകയോ ഡിക്രീസ് ആവുകയോ ചെയ്യാം, പക്ഷേ ആ ഒരു ഹോൾ സിസ്റ്റം എപ്പോഴും ഒരേ മൊമെൻറ്റത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഒരു എക്സാമ്പിൾ, ഒരു ഫോർമുല നമുക്ക് നോക്കാനുണ്ട്. ഫോഴ്സ് എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഇഫ് external force is equal to 0, dp by dt is equal to 0, p is equal to constant, അതായത് momentum is equal to constant. നമ്മളിവിടെ ഇപ്പോൾ ഒരു പ്രൂഫാണ് ചെയ്തത്. ഇനി നമുക്ക് ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഇസ് സെൻറ്റർ ഓഫ് മാസ്? സെൻറ്റർ ഓഫ് മാസ് ഇസ് a body or a system of particle is defined as a point at which whole of the mass of the body or all the mass of a system of particle appear to be concentrated. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. What is translational motion of a body? A rigid body performs a pure translational motion if each particle the body undergoes the same displacement at the same direction and given interval of time. அடுத்த question, what is rigid body? If the relative distance between the particle of a system do not change on applying force, then it is called a rigid body. General motion of a rigid body consists of both translational motion and rotational motion. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് rotational motion of a body? A rigid body performs a pure rotational motion if each particle of a body moves in circle and the center of the circle lie on a straight line called the axis of rotation. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ നോട്ട്സ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിംഗ് നോട്ടിഫിക്കേഷൻ ബെൽ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.